ഒരു മുഴുവൻ കോഴിയും വെച്ച് അംഗത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, അറിയാവുന്ന പണിക്ക് നിന്നാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചേച്ചിയോട് ചോദിക്കുമോ അല്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ. ഒന്നും കേട്ടില്ല. മിസ്റ്റർ ഷെഫ് പിള്ളയുടെ അസിസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞ് ഒരാൾ ഇതേ വീണ്ടും ഒരു അംഗത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് വഴറ്റി ഒരു മുഴുവൻ കോഴിയുടെ ഉള്ളിലേക്ക് കുറച്ച് പച്ചക്കറികളും തിരികെ ആ കോഴിഞ്ഞ് കുക്കറിലേക്ക് എടുത്തിടുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചക്കറികൾ കുറച്ചെണ്ണം താഴത്തോട്ട് പോയിട്ടോ. പിന്നെ മറ്റുള്ളതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ആ കോഴിഞ്ഞതിലേക്കിട്ട് അതിൻ്റെ മേളിൽ ഡെക്കറേഷനാണെന്ന് പറഞ്ഞ് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വെറൈറ്റി വെച്ച് നമുക്കങ്ങ് വൈറലാവാമെന്ന്. കാരണം ഇതൊരു വെറൈറ്റി ഐറ്റം ആണെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എല്ലാം അറിയാവുന്ന ഭാവത്തിൽ ചെയ്യുന്ന കണ്ടപ്പോൾ വിചാരിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കേട്ടോ. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം പച്ചക്കറികളെല്ലാം അതിൻ്റെ മേലേക്ക് വെച്ച് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഒരു 2 വിസിൽ വന്ന് തുറന്ന് നോക്കുമ്പോഴുണ്ട് അടിഭാഗം മാത്രം വെന്തിട്ടുള്ളൂ, മേൽഭാഗം അതുപോലെ അങ്ങ് കിടക്കുന്നു. പിന്നെ അതിനെ അങ്ങ് നേരെ അങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും ഒരു 2 വിസിൽ വെച്ചപ്പോൾ അത് പാകമായെന്ന് കരുതി ദേവി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് മന്തി റൈസൊക്കെ ഇട്ട് അതിൻ്റെ കഴിച്ച് റിവ്യൂ പറയാൻ ഇരുത്തിയത് എന്നെയാണ് ഗൈസ്. ഇന്നത്തെ ജഡ്ജ് ഞാനായതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അത്രയും നല്ല ജഡ്ജാണ് ഗൈസ് ഞാൻ. കാരണം നല്ലതല്ലാത്ത സാധനം നമ്മൾ നന്നായിട്ടുണ്ടെന്ന് പറയാൻ ആരെങ്കിലും പരീക്ഷ കഴിഞ്ഞാൽ വീട് കയറി തല്ലും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പക്ഷെ അതങ്ങോട്ട് ഇറക്കിയപ്പോഴുണ്ടല്ലോ ഒരുമാതിരി പച്ചച്ചവ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിയിട്ടോ. കാരണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുക്കിങ്ങിൽ ഞാൻ പുലിയല്ല ഗൈസ്, ഉപ്പിലല്ല, അതൊക്കെ മേലെയാണ്. ഏതോ ഒരുമാതിരി പച്ചിറച്ചി കഴിക്കുന്നത് പോലെയുണ്ട്. കുറച്ചുകൂടെ കഴിച്ചെങ്കിൽ ശരിക്കും ഞാൻ വാള് വെച്ചേനെ കേട്ടോ. അങ്ങനെ സംഭവം നന്നായിട്ടില്ല എന്നും പറഞ്ഞ് മെല്ലെ ഒന്ന് പിന്മാറി. പിന്നെ ഞാൻ അംഗത്തിലേക്ക് ഇറങ്ങി. ആ കോഴിനെ എടുത്ത് കണ്ടം തൊണ്ടം വെട്ടി ചീഞ്ചട്ടിയിലോട്ടിട്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുത്തു കേട്ടോ. അങ്ങനെ അതൊരു നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ആ കോഴിക്കറി കഴിക്കാൻ പറ്റിയത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.